ഞാനൊരു കഥ പറയാം എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിമൻ മിസ്സിംഗ് കേസിൽ തുടങ്ങി വലിയൊരു ക്രിമിനൽ കൊലപാതക പരമ്പരയിലേക്ക് എത്തുന്ന അന്വേഷണമാണ് സൈനയുടെ മോഹൻ എന്ന കൊലപാതകയെക്കുറിച്ച് പുറം ലോകം അറിയുന്നത്. വിവാഹം ആലോചിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ചായിരുന്നു കൊലപാതകങ്ങൾ. 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ കർണാടകയിൽ 20 സ്ത്രീകളെ കൊലപ്പെടുത്തിയ കേസിൽ മംഗലാപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇയാളെ വിചാരണ ചെയ്ത് ശിക്ഷിച്ചു. സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ വശത്താക്കിയ ശേഷം സൈനയുടെ ഗുളികകൾ നൽകി അവരെ കൊലപ്പെടുത്തുകയും അവരുടെ ആഭരണങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നതായിരുന്നു ഇയാളുടെ രീതി. മരണപ്പെട്ട സ്ത്രീകളുടെ ശവശരീരങ്ങൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. മോഹൻ്റെ പല കേസുകളും ലവ് ജിഹാദ് എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത്. വിമൻസ് മിസ്സിംഗ് കേസിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചതിനെ തുടർന്നായിരുന്നു അന്വേഷണം പോലും ആരംഭിക്കുന്നത്. കർണാടകയിൽ നിന്നുള്ള പ്രൈമറി സ്കൂൾ കായിക അധ്യാപകനായിരുന്നു മോഹൻകുമാർ. 2009 22 വയസ്സുള്ള അനിതയെ കാണാതായ സംഭവം പോലീസ് അന്വേഷിച്ച് വരികയായിരുന്നു. അവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോൾ അനിതയ്ക്ക് കാണാതായ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്ന വ്യക്തിയെ കണ്ടെത്താൻ അധികാരികൾക്ക് കഴിഞ്ഞു. മോഹനെ കണ്ടെത്തിയ പോലീസിന് അയാളുടെ പക്കൽ നിന്നും 8 സൈനൈഡ് ഗുളികകൾ, 4 മൊബൈൽ ഫോണുകൾ, അനിതയുടെ ആഭരണങ്ങൾ എന്നിവ കണ്ടെടുത്തു. ഒക്ടോബർ 21 മോഹൻകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇതോടൊപ്പം കാണാതായ മറ്റ് 17 പെൺകുട്ടികളുടെ കേസുകൾ വീണ്ടും അന്വേഷിക്കാനും പോലീസ് തീരുമാനിച്ചു. 2009 വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും 2017 ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തം തടവായി കുറച്ചു. 2020 25 വയസ്സുള്ള സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലും കുറ്റക്കാരനെന്ന് കണ്ടെത്തി. അത് ഇയാളുടെ 20ാമത്തെ കൊലപാതക കുറ്റമായിരുന്നു. മോഹൻ്റെ 3ാം ഭാര്യയായ ശ്രീദേവിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ വലിയ അളവിൽ സൈനൈഡ് പൊടിയും മറ്റു തെളിവുകളും പോലീസ് കണ്ടെടുത്തു. ഇതോടെയാണ് സൈനൈഡ് മോഹൻ എന്ന പേരിൽ ഇയാൾ കുപ്രസിദ്ധനായത്. ഇപ്പോൾ സൈനൈഡ് മോഹൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കർണാടകയിലെ സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിയുന്നു. ജിഷ്ണു ശ്രീകുമാറുമായി ചേർന്ന് തിരക്കഥ എഴുതി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് കളങ്കാവൽ. മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. മമ്മൂട്ടി പ്രതിനായകനായും വിനായകൻ നായകനുമായി എത്തുന്നു എന്നത് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ഒരു പെൺകുട്ടിയെ കാണാതാവുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിൻ്റെ തെക്കൻ ഭാഗത്ത് നടന്ന വർഗീയ കലാപത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള ചുമതല ഓഫീസർ ജയകൃഷ്ണനെ ഏൽപ്പിക്കുന്നു. ഒരു പെൺകുട്ടി ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നതിനെ തുടർന്നുണ്ടായ തെറ്റിദ്ധാരണ മൂലമാണ് കലാപം നടന്നതെന്ന് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ കണ്ടെത്തുന്നു. കൂടുതൽ അന്വേഷണം ജയകൃഷ്ണനെ ഒരു സംഭവ പരമ്പരയിലേക്ക് നയിക്കുകയും അവിടെ സമാനമായ രീതിയിൽ കാണാതായ നിരവധി സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹത്തിന് വിവരം ലഭിക്കുകയും ചെയ്യുന്നു. ഈ സ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് സിനിമ. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സീരിയൽ കൊലപാതകങ്ങളാണ് കളങ്കാവലിൻ്റെ പ്രധാന പശ്ചാത്തലം. കളങ്കാവൽ സൈനൈഡ് മോഹൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ബയോപിക് അല്ല എന്ന് നടൻ മമ്മൂട്ടി സ്വയം വ്യക്തമാക്കിയിട്ടുണ്ട്. സിനിമ നേരിട്ട് മോഹൻ്റെ യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ കേസുകളൊന്നും പുനരാവർത്തിക്കുന്നില്ല. കഥാപാത്രത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ സൈനൈഡ് മോഹനെ ഓർമ്മിപ്പിക്കുന്ന ചില സമാനതകളുണ്ടെന്ന് ശരിയെങ്കിലും കളങ്കാവൽ സൈനൈഡ് മോഹൻ്റെ ജീവിതകഥയല്ല. സംവിധായകൻ പറയുന്നത് ഇത് പല യാഥാർത്ഥ്യ സംഭവങ്ങളുടെയും കൽപ്പിത സംഭവങ്ങളുടെയും മിശ്രണമാണ് എന്നതാണ്. സ്ത്രീകളെ കൊല്ലുന്നതിൽ ഹരം കണ്ടെത്തുന്ന ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലറിൻ്റെ കഥയാണ് കളങ്കാവൽ. അണിയറ പ്രവർത്തകർ കഥയുടെ ഭംഗി ചോരാതെ തന്നെ സിനിമ ആവിഷ്കരണം ചെയ്തിട്ടുണ്ട്.